28 ചോദ്യങ്ങൾ ആവറേജ് ആണ്. ടഫ് ക്വസ്റ്റ്യൻസ് 21 അവിടെ ഈ പറഞ്ഞ സമ്മർദ്ദമൊന്നുമില്ല, നന്നായിട്ട് ചെയ്യുന്നവർക്ക് രണ്ടും പ്ലസ് എന്നുള്ള രീതിയിലേക്ക് ഇവിടെ നിന്നും കുറേ മാർക്കുകളൊക്കെ നേടിയെടുക്കാൻ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മൂന്നാം ഘട്ട എക്സാം കഴിഞ്ഞു. ആ മൂന്നാം ഘട്ടം രണ്ടാം ഘട്ടത്തേക്കാൾ കുറച്ച് എളുപ്പമായിരുന്നു, താരതമ്യേന കുറച്ച് എളുപ്പമായിരുന്നു. ഞാനത് ഒരു LGS ഉദ്യോഗാർത്ഥികളുടെ നിലവാരത്തിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കാണുമ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ താരതമ്യം ചെയ്യുമ്പോൾ എളുപ്പമുള്ളത്, കടുപ്പമുള്ളത്, അതേപോലെ തന്നെ ആവറേജ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം നോക്കുമ്പോൾ തന്നെ ചെറിയൊരു വ്യത്യാസം ഇവിടെ കാണാനുണ്ട്. അപ്പോൾ രണ്ടാം ഘട്ടത്തേക്കാൾ കുറച്ചൊരു എളുപ്പം മാത്രമാണ് ഈ മൂന്നാം ഘട്ടത്തെ പരീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു എളുപ്പമായതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്നാം ഘട്ടം പരീക്ഷ പോലെ തന്നെയുള്ള കുറച്ചൊരു ഉയർന്ന കട്ട് ഓഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കോട്ടയം തൃശ്ശൂരും അതിൻ്റെ കുറച്ച് താഴെയായിട്ട് കിടക്കും. ഇവിടെ ഈ ഒരു പരീക്ഷയിൽ കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ അവിടെ 41 ചോദ്യങ്ങൾ SCRT ചോദ്യങ്ങൾ 41 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ അത് 39 ചോദ്യങ്ങളായിട്ട് കുറഞ്ഞു. അവിടെ 41 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം പുതിയ SCRT എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് 3 ഘട്ട പരീക്ഷയിൽ LGSന്റെ 3 ഘട്ട പരീക്ഷയിലും ഒരേ രീതിയിൽ ഇങ്ങനെ സംഭവം നടന്നു പോകുന്നുണ്ട്. എന്താണ് സംഭവം? ഓരോ ചോദ്യങ്ങൾ പുതിയ SCRTയിൽ നിന്ന് വരുന്നു. അത് ഒന്നാം ഘട്ടത്തിൽ പുതിയ SCRTയിലെ ബയോളജിയിലെ 9ാം ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് അവിടെയും വന്നു. രണ്ടാമത്തെ പരീക്ഷയിലും അതേപോലെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നു. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് എസ്കരീഷ്യ കോളി വന്നു. രണ്ടാമത്തെ പരീക്ഷയിൽ അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ പ്ലാസ്മോഡെസ്മേറ്റ വന്നു. ദെൻ ഇത്തവണ സയൻസ് അല്ല വന്നത്, 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ, ജോഗ്രഫിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ, ലോകത്തിൻ്റെ നെറുകയിൽ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ആ ബാരാലച്ച് ലാപ്പാസ് അത് വന്നു. ഓക്കെ, പലരുടെയും വിചാരം അത് പഴയ പാഠപുസ്തകത്തിൽ വന്നാണെന്നാണ്. പക്ഷെ പുതിയ പാഠപുസ്തകത്തിൽ അതേപോലെ കൊടുത്തിട്ടുള്ള ഒരു പോയിന്റാണ്. 9ാം ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ 1, 2, 3 ചാപ്റ്ററുകൾ പഠിക്കണം. 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിൻ്റെ അതേ പ്രാധാന്യമാണ് പുതിയ പാഠപുസ്തകത്തിൽ 9ാം ക്ലാസ്സിൽ 1, 2, 3 എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ആ ചോദ്യവും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ SCRT ഇവിടെ 39 ചോദ്യങ്ങളാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മൊത്തം GK നോക്കുകയാണെങ്കിൽ നമുക്ക് 80 മാർക്കിൻ്റെ ഈ ഒരു GK പോർഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ 31 ചോദ്യങ്ങൾ ഈസിയാണ്, 28 ചോദ്യങ്ങൾ ആവറേജ് ആണ്, ടഫ് ക്വസ്റ്റ്യൻസ് 21. ദെൻ കഴിഞ്ഞ ഘട്ടത്തിലാണെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻസ് അവിടെ 28ഓളം ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇവിടെ അത് 21 ആയിട്ട് കുറഞ്ഞു. ആ ഒരു വ്യത്യാസം തന്നെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് കാണാൻ കിട്ടുക. ഓക്കെ, ദെൻ മാത്സിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ മാത്സ് പോലെ തന്നെയാണ്. ഏകദേശം ഒരു 7 ചോദ്യങ്ങൾ ഈസി, ആവറേജ് 7. ദെൻ ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറയാവുന്നത് 6 ക്വസ്റ്റ്യൻ. ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറയാവുന്ന ചോദ്യങ്ങളെ ഇതിൽ കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് ഒരു LGS നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ കൂടെ കണക്കിലെടുത്ത് പറയുന്നതാണ്. അല്ലാതെ ടഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതിൽ കാര്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. ഒരു LDCക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ +2 ലെവൽ, ഡിഗ്രി ലെവൽ ഈ പരീക്ഷയ്ക്ക് നോക്കുന്നവരെ സംബന്ധിച്ച് ഇവിടുത്തെ മാത്സിൽ ഒരു സംഭവവും ഇല്ല. പക്ഷെ അതേസമയം ഒരു LGS എന്നുള്ള ആ ഒരു 7ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു 6ഓളം ക്വസ്റ്റ്യൻസിന് അത്യാവശ്യം നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ ഈസി 38, ആവറേജ് 35, ടഫ് 27 ഈ രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 38, 35, 73 അല്ല, ഈ ഈസി പ്ലസ് ആവറേജ് എന്നുള്ളത് ഈ പറയുന്ന അത്യാവശ്യം നല്ല പഠനം നടത്തിയ റാങ്ക് ലിസ്റ്റിലൊക്കെ ജോലി നേടാൻ പ്രാപ്തനായിട്ടുള്ള അർഹതയുള്ള ഒരാളെ സംബന്ധിച്ച് ഇവിടെ ഈ പരീക്ഷയിൽ നേടാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത. സാധാരണഗതിയിൽ 73 മാർക്കും അതിന് മുകളിലൊക്കെ സ്കോർ ചെയ്യാൻ അത്രയും നല്ല ഉദ്യോഗാർത്ഥികൾക്ക് പറ്റേണ്ടതാണ്. പിന്നെ പരീക്ഷാ ഹാളിലെ സമ്മർദ്ദം അങ്ങനെയുള്ളത് കൊണ്ട് ചിലർക്ക് കുറയാം, ചിലർക്ക് കൂടാം. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാ പരീക്ഷകളിലും വരുന്നതാണ്. അല്ലേ? പരീക്ഷാ ഹാളിൽ സമ്മർദ്ദത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ ഏവറേജിൽ തന്നെ പല ചോദ്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവിടെ ഒരു പകുതിയിലേക്കൊക്കെ താണു പോയ ആളുകളുണ്ടാവും. 38, 17, 55, 60 താഴേക്ക് പതിച്ചു പോയ ആളുകളുണ്ടാവും. അവിടെ ഈ പറഞ്ഞ സമ്മർദ്ദമൊന്നുമില്ല, നന്നായിട്ട് ചെയ്യുന്നവർക്ക് രണ്ടും പ്ലസ് എന്നുള്ള രീതിയിലേക്ക് ഇവിടെ നിന്നും കുറേ മാർക്കുകളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പരീക്ഷയായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മൊത്തം സ്ഥിതി എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഒരു വിലയിരുത്തൽ കട്ട് ഓഫ് സാധ്യത, കട്ട് ഓഫ് മാർക്ക് എപ്പോഴും കൂടി പറയുന്നത് കൂടുതലാണെങ്കിൽ നമ്മളെ എയറിലാക്കുന്ന ഒരു ശീലം ഉദ്യോഗാർത്ഥികൾക്കുണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് കളത്തരം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു തോന്നൽ, മനസ്സിലുള്ള തോന്നൽ എന്ന് പറയുന്നത് തിരുവനന്തപുരം കട്ട് ഓഫ് കുറഞ്ഞാൽ 72ലേക്കും ദെൻ കൂടിയാൽ അതൊരു 78ലേക്കും മാക്സിമം അവിടം വരെയൊക്കെ എത്താനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. ദെൻ കോട്ടയം തൃശ്ശൂർ ആണെങ്കിൽ കുറച്ചൊന്ന് താഴോട്ടേക്ക് വരും, അതൊരു 69 വരെ കുറയാനും ദെൻ ഈ പറയുന്ന ലിസ്റ്റൊക്കെ ചെറുതാക്കുകയാണെങ്കിൽ മാക്സിമം അത് 75ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 69നും 75നും ഇടയിൽ എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ അറ്റത്തേക്ക് ഇവിടെയും ഈ പറഞ്ഞ അറ്റത്തേക്കോ അതിന് താഴേക്കോ തിരുവനന്തപുരത്തും വരട്ടെ എന്ന് തന്നെയാണ് നിങ്ങളെപ്പോലെ എൻ്റെയും ആഗ്രഹം. അത് തന്നെയാണ് നിങ്ങൾക്കൊക്കെ അല്ലേ, നിങ്ങളൊക്കെ നേടിയ മാർക്ക് നല്ല റാങ്ക് കിട്ടാവുന്ന, ജോലി കിട്ടാവുന്ന മാർക്ക് ആവട്ടെ എന്നുള്ളതാണ് എൻ്റെയും പ്രാർത്ഥന, എൻ്റെയും ആഗ്രഹം അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തിയതിൽ നിന്ന് പുറത്തിരുന്ന് ഒരു LGS
സാധാരണക്കാരൻ്റെ കണ്ണോടുകൂടി വിലയിരുത്തിയിൽ നിന്നും തോന്നിയത്. അല്ലാതെ നിങ്ങളെല്ലാവരും പറയുന്ന പോലെ പുറത്തിരുന്ന് നോക്കുമ്പോൾ സുന്ദരമായിട്ട് അങ്ങനെ തോന്നും, ഇങ്ങനെ തോന്നും, അങ്ങനെ പറയാം, ഇങ്ങനെ പറയാം എന്നൊക്കെ പറയുന്ന പോലെയല്ല, ഒരു LGS ഉദ്യോഗാർത്ഥിയുടെ കണ്ണിലൂടെ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ 3-ാം ഘട്ടവും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ 3 ഘട്ടങ്ങളെയും നമ്മൾ ഏകദേശം ഒരേപോലെയാണ് നോക്കി കണ്ടത്. അപ്പം അതിനനുസരിച്ചുള്ള ഒരു വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി വരും പരീക്ഷകളിൽ ഈ പറയുന്ന 9-ാം ക്ലാസ്സിലെ 1, 2, 3 ചാപ്റ്ററുകൾ ജോഗ്രഫി, ദെൻ 9-ാം ക്ലാസ്സിലെ ബയോളജിയിലെ ആ 1-ാമത്തെ ചാപ്റ്റർ, 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം വന്ന ചാപ്റ്ററുകൾ, CRT പുതിയ പാഠപുസ്തകമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ പറഞ്ഞിട്ടുള്ള ചാപ്റ്ററുകളാണ് ഈ ചാപ്റ്ററുകളൊക്കെയും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് ഇനിയുള്ള ഘട്ടങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഓൾ ദ ബെസ്റ്റ്.